ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഉളിക്കൽ. പ്രസിഡന്റ്. ഓ നമസ്കാരം. നമസ്കാരം. ആരാ? ഞാൻ രാജു. രാജു ഇരിക്കും. എന്താ രാജു പ്രശ്നം? ഞാൻ വികലാംഗ പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ടി വന്നതാ. വികലാംഗ പെൻഷനാ? നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ള? എന്റെ കയ്യൊന്നും ഇല്ല സാറേ, വേദന എടുത്ത് എല്ലാം ആയി പോയി. പിന്നെ എനിക്ക് പണിയെടുക്കാനും പറ്റൂല സാർ. ഇത് കണ്ടോ? ഓ, ഒരു കൈ ഇല്ല? ഇല്ല. ഇത് പിന്നെ പെട്ടെന്ന് ആക്സിഡന്റ് പറ്റിയതാ? അത് നിലയിന്നൊക്കെ വീണ് സംഭവം മുറിച്ചു കളഞ്ഞതാ. അതെയോ? അപ്പൊ നേരത്തെ മുമ്പ് നിങ്ങളെ അപേക്ഷ ഒന്നും വെച്ചില്ല? അന്ന് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ആശുപത്രിയിലും അവിടെ ഇവിടെയൊക്കെ പോയി മരുന്നും ഒക്കെ മേടിച്ച് ഇപ്പം ഒന്നും പറ്റാത്ത അവസ്ഥയായി. അത് എവിടെയാ താമസിക്കുന്നേ? ഞാന് 3-ാം വാർഡില്. 3-ാം വാർഡില്. രാജുവിന്റെ വീട്ടു പറഞ്ഞ മേലേടത്തല്ലേ? അപ്പൊ രാജു ഒരു കാര്യം ചെയ്യണം. ഇതിപ്പോ ഇവിടെ പഞ്ചായത്ത് ഓഫീസ് വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ കൈക്ക് സ്വാധീനമല്ല, കൈ മുറിച്ചു കളഞ്ഞാന്നുള്ള ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ കുറെ നിയമ നടപടികളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പഞ്ചായത്ത് ഓഫീസ് വന്ന് പഞ്ചായത്ത് നിന്ന് അത് സാക്ഷനാക്കേണ്ടത്. അപ്പം ആദ്യം പോയിട്ട് പിന്നെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഏതെങ്കിലും ഡോക്ടറിന്റെ വാങ്ങിയാൽ മതിയോ? ഏതെങ്കിലും ഡോക്ടറല്ല, സർക്കാർ ഡോക്ടർ ആയിരിക്കണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, രാജു പോയിട്ട് പിന്നെ ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടോ. ആയിക്കോട്ടെ. ആരാണ്? ഞാൻ ബിജു. എന്തോ ഒരു കാലിന് സ്വാധീനക്കുറവാ. വികലാംഗ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അതെയോ? നിങ്ങൾ ആദ്യം പോയിട്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആണ് അതിനകത്ത് മെയിൻ. എന്താ ഡോക്ടറിന്റെ വേണ്ടേ? ഡോക്ടർക്ക് സർക്കാർ ഡോക്ടർ, ഗവൺമെന്റ് ഡോക്ടറുടെ ആണ്. പറ്റുമോ? പ്രൈവറ്റ് നടക്കൂല. ഇപ്പം പണിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എന്ത് പണി എടുത്തോണ്ടിരുന്നേ? ഞാൻ കൂലിപ്പണിയായിരുന്നു എടുത്തോണ്ടിരുന്നത്. നമുക്കിപ്പോ പഞ്ചായത്തിൽ വേണ്ടത് പിന്നെ മെയിനായിട്ട് വേണ്ടത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ ഈ വില്ലേജിൽ താമസക്കാരാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ചിട്ട് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് തരിക. പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാം. സെക്രട്ടറിയാണ് ഇത് സാക്ഷനാക്കി തരേണ്ടത്. അപ്പൊ ബിജു പോയിട്ട് ആദ്യം പോയിട്ട് ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ഈ കാലിന് സ്വാധീനം ഇല്ല എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാം. എന്നാ പിന്നെ ഓക്കെ. ബിജു പോയിട്ടോ. നെക്സ്റ്റ്. ഡോക്ടറെ, ഞാൻ വികലാംഗ പെൻഷൻ അപേക്ഷിക്കാൻ വന്നു ഡോക്ടറെ കാണാൻ വേണ്ടി. എന്താ പ്രശ്നമുള്ള? എന്റെ കാല് തളർന്നിരിക്കുന്നു, പണിയെടുക്കാൻ. ഈ കാല് തളർന്നുപോയി? ഈ കാല്. ഈ വടിയൊക്കെ മാറ്റിക്കേ. വടി മാറ്റിട്ട് അവിടെ ചരിവ്. ഈ കാല് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ച് ചില നൂർന്നിരുന്നേ നേരെ പിടിച്ച്. എന്നിട്ട് കാല് കയറ്റി വെച്ചേ. ഇതിന് ഞാൻ പറയുമ്പോഴേ വേദനയോ ഇക്കിളിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ വേദനയുണ്ടോ? ഉണ്ട്. ഇവിടെ വേദനയുണ്ട്? വേദനയുണ്ട്. ഉണ്ട്. ഇക്കിളി എടുക്കുന്നുണ്ട്. ഉണ്ട്. ഇവിടെ ഇക്കിളി ചെയ്യുന്നുണ്ടല്ലേ? ഇവിടെയൊക്കെ വേദനയുണ്ട്. ഇച്ചിരി വലിയൊരു പ്രശ്നമാണല്ലോ. ഇപ്പം എന്താണ് നിങ്ങളുടെ ആവശ്യം? എനിക്ക് വികലാംഗ പെൻഷൻ കിട്ടണം. വികലാംഗ പെൻഷൻ കിട്ടണം. ഇപ്പൊ കാലിന് സ്വാധീനമില്ല എന്ന് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അതിനാണ് വന്നത്. പഞ്ചായത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു ഡോക്ടർ സാറിന്റെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അത് ശരി. പക്ഷെ വേറെ കാര്യം എന്നാന്നറിയോ, ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ. വ്യാജ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റിയല്ല. സാർ എങ്ങനെയെങ്കിലും ഒന്ന് വിചാരിച്ചാൽ നടക്കും. ബിജുവിന്റെ പ്രശ്നം പണിയെടുക്കാൻ കഴിയല്ല അല്ലെ? പണി മടിയാ. മടിയാ. ആ മടിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് ഈ വികലാംഗ പെൻഷനെ കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. ഞാന് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് എന്റെ പണി കളഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പൈസ അല്ല, അതെ. പക്ഷെ എനിക്ക് പെൻഷൻ കൃത്യമായിട്ട് എനിക്ക് വീട്ടിൽ കിട്ടണമല്ലോ. ഇത് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ പറ്റാൻ ചിലപ്പോ പറ്റിയല്ല. ഇപ്പോഴേ പരിപാടി മതിയാക്കിയിട്ട് വീട്ടിലിരിക്കേണ്ടത്. ബിജുവിന് ഇപ്പൊ ഈ ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കാതെ മര്യാദയ്ക്ക് ഉള്ള ആരോഗ്യം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുത്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ നോക്ക്. ഞാൻ കൈപ്പറ്റിയല്ല മോനെ. ഈ ഇത്തരം പരിപാടികളൊന്നും നടക്കൂല. എങ്ങനെങ്കിലും ഒരു ഇല്ല, എന്നെ കൊണ്ട് സാധിക്കുകയല്ല. ബിജുവിന് അർഹതയുണ്ടെങ്കിലേ തരാൻ പറ്റുള്ളൂ. അല്ലാതെ തന്നു കഴിഞ്ഞാല് എന്റെ പണിയെ ബാധിക്കും. അതുകൊണ്ട് ബിജു വിട്ടെ കേട്ടോ. മര്യാദയ്ക്ക് പോയിക്കൂടെ? എനിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്. ഓരോരോ പരിപാടികൾ. നെക്സ്റ്റ്. ഡോക്ടറെ ആ നമസ്കാരം. ഇരിക്കേ.
ആരാ, എന്തായിരുന്നു? ഞാൻ ഒരു വികലാംഗ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ വന്നതാ. എന്താണ് പ്രശ്നമുള്ളേ? എന്റെ ഈ കൈ മുറിഞ്ഞു പോയതാ ഡോക്ടറെ. എന്നിട്ട് ഈ കൈ കൂപ്പിട്ട് അല്ലേ? ഇതല്ലേ ഡോക്ടറെ? ഓ അത് ശരി, ഒരു കയ്യേ ഉള്ളൂ. ഒരു കയ്യേ ഉള്ളൂ. ആൾക്കാര് കണ്ട് കളിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നു. ഞാൻ വിചാരിച്ചത് കൈ കൂപ്പിയതാണ്. നമസ്കാരം. ഓക്കെ ഓക്കെ ഓക്കെ. പേരെങ്ങനെയാ? രാജു. എത്ര വയസ്സുണ്ട്? 38. രാജു 38. വികലാംഗ സർട്ടിഫിക്കറ്റ് വേണം അല്ലേ? അത് എന്തായാലും ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ പരിശോധിക്കാതെ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റിയല്ല കേട്ടോ. ഞാനൊന്ന് പരിശോധിച്ചു നോക്കട്ടെ. അല്ല ഡോക്ടറെ, ഇങ്ങനെ കണ്ടിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. കൺകാഴ്ചയിൽ പോരാ, ഷർട്ട് ദേഹം മുഴുവൻ പരിശോധിക്കണം. അതിന്റെ ആവശ്യമുണ്ടോ ഡോക്ടറെ? ഇത് എങ്ങനെ മുറിഞ്ഞത് പോയതാ? ഇത് മരത്തിന്റെ മേലേന്നും നിലയിന്നും ഒക്കെ വീണപ്പം. അതെ, വട്ടം മുറിച്ചു കളഞ്ഞു. എനിക്ക് അത് പരിശോധിക്കാൻ പറ്റില്ല, നോക്കണം കേട്ടോ. ഇതന്നെ ഇതന്നെ ജ്ഞാനക്കുറി പോലൊരു സാധനം. ഡോക്ടറെ, ഡോക്ടർ ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾക്ക് വികലാംഗ പെൻഷൻ എങ്ങനെയെങ്കിലും ഒന്ന് തയ്യാറാക്കി. വികലാംഗ പെൻഷന് വേണ്ടിട്ട് ഓരോ അഭ്യാസം കൊണ്ട് വന്നിരിക്കുകയാണല്ലേ ഡോക്ടറെ? ആരും അറിയണ്ട. എന്റെ രാജു, ഇതൊരു 3000 രൂപയുണ്ട് ഡോക്ടർ. ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. എനിക്ക് ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ വരുമ്പം പനിക്ക് എഴുതി കൊടുക്കുന്ന പോലെ കുറിപ്പടി എഴുതുന്നതല്ല. അത് ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് താങ്കൾക്ക് അതിന് യോഗ്യതയുണ്ടോ, തനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊക്കെയാണ് എനിക്ക് എഴുതേണ്ടത്. അപ്പൊ അത് പ്രകാരം ഒരു രക്ഷയില്ല. അതുകൊണ്ടേ ഈ പണി നടക്കുകയല്ല, എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ എന്നെ സ്വാധീനിക്കാനും ഈ കൈക്കൂലി തന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ പരാതിപ്പെടുവാണ് വേണ്ടേ. അപ്പൊ ഡോക്ടർ ഈ കാശ് വാങ്ങുകയില്ല, എന്നെ സഹായിക്കുകയില്ല. അല്ല, എനിക്ക് തട്ടിപ്പുകാരെ സഹായിക്കലല്ല എന്റെ പണി. എന്റെ ഡോക്ടറെ, എന്റെ പണിയെ ബാധിക്കുന്നതാണ് രാജു. ഈ പരിപാടിക്ക് വേണ്ടിയിട്ടൊക്കെ എന്തായാലും നിങ്ങൾക്ക് 1500 2000 ഒക്കെ പെൻഷൻ കിട്ടാൻ വേണ്ടി ഞാൻ എന്റെ കരിയർ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. എന്നാ ഇത് ഇവിടെ ഇരിക്കും. അവിടെ ഇരിക്കട്ടെ. ഞാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. എന്നാ ചെയ്യ. ഇങ്ങനെ വന്ന പോലെ തിരികെ വെച്ചിട്ടാണ് പോകുന്നത്. എന്നാ ഇവിടെ ഓക്കെ. വിട്ടോ. ബിജുവേ, രാജു, നീ എന്നാടാ ഇവിടെ? നിന്റെ കാലം വെച്ച്. ഞാൻ എന്റെ കാല് ജന്മനെ ഉള്ളതാ. ഞാൻ ഈ ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, ഇവിടുത്തെ ഗവൺമെന്റ് ഡോക്ടറെ. എന്റെ ചെങ്ങാതി ഒന്നും പറയണ്ട. ഒന്നുമില്ല, നിന്റെ കൈക്ക് എന്നാ പറ്റിയതാ? ഞാനും ഒരു വികലാംഗ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയതാ. ഞാനും അതിനുവേണ്ടി വന്നതാ. ഞാൻ കൈക്കൂലിയെല്ലാം കൊടുത്തു നോക്കി, ആ മൈത്താണ്ടി തന്നില്ല. എടാ മായി കൂടാഞ്ചന്റെ ആ മൊട്ടത്തലേനെ കൊണ്ട് ഒരു കാര്യമില്ല. എടാ ബിജുവേ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ പ്രസ്സിൽ പോയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് അവിടുന്ന് അടിപ്പിക്കാം. പിന്നെ നമ്മുടെ നാരായണല്ലേ, പഴയ നാരായണൻ, നിനക്കറിയാം. എനിക്കറിയാം. അവന്റെ അടുത്ത് ഒപ്പുണ്ട്, സീലും എല്ലാം വ്യാജമായിട്ട് കിട്ടും. ഈ ലോകത്തിൽ ഏത് ഉദ്യോഗസ്ഥന്റെ ഒപ്പ് വേണേലും സീല് വേണേലും പുള്ളി ചെയ്തു തരുന്നു. പുള്ളി എന്നാന്ന് വെച്ചാൽ ലേശം പൈസ കൊടുത്തു തന്നെ. പുള്ളി പൈസ വേണം. വേണം. ഞാൻ പറയാൻ പറ്റിക്കുമായിരുന്നു. അപ്പൊ ഒരു 5000 രൂപ നീ തരിക, 5000 രൂപ ഞാനും എടുക്കാം. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ തന്നെ നമുക്ക് അത് പോയിട്ട് ശരിയാക്കാം. പുള്ളിയെ കാണാം പോയിട്ട്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഓക്കെ, എന്നാ ഞാൻ പഴയ പോലെ ആവട്ടെ. എന്നാ വാ പോവാ. പ്രിയമുള്ളവരെ, ഇന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കുവാൻ വേണ്ടി ഒട്ടേറെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും തരികടകളും നടത്തുന്ന ഉദ്യോഗസ്ഥരടക്കം ധാരാളം പേരുണ്ട്. ബഹുകോടീശ്വരന്മാർ പോലും ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുവാൻ വേണ്ടി പലവിധ കൃത്രിമ മാർഗങ്ങൾ, പല വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചും BPL-കാർക്കുള്ള റേഷൻ കാർഡ് കരസ്ഥമാക്കിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും BMW പോലുള്ള വലിയ വലിയ കാറുകളൊക്കെയുള്ള ആൾക്കാർ വരെ ഇന്ന് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിൽ മുമ്പിലാണ്. അത്തരക്കാരെ തീർച്ചയായിട്ടും സമൂഹം ഒറ്റപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ, അർഹതയില്ലാത്ത ആൾക്കാർ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന വാർത്തകളും അങ്ങനെ കൈപ്പറ്റിയ ധാരാളം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ജാഗരൂകരാകുവാൻ സമൂഹത്തിനും കടമയുണ്ട്. പുതിയൊരു സന്ദേശവുമായി വീണ്ടും കാണാം.
ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഉളിക്കൽ. നാടൻ തേൻ, കാട്ടുതേൻ, കൂർഗ് ഹണി, തികച്ചും പ്രകൃതിദത്തമായ ഔഷധ മൂല്യമുള്ള ചെറുതേൻ ഉപയോഗിക്കൂ. ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഉളിക്കലിന്റെ പ്രകൃതിദത്തമായ ചെറുതേൻ, കാട്ടുമരങ്ങളുടെ ഔഷധ മൂല്യമുള്ള പൂവിൽ നിന്നും തേൻ ലഭിക്കുവാൻ വൈൽഡ് ഹണി, പ്യൂർ വൈൽഡ് ഹണി. ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഉളിക്കൽ. ഏറ്റവും ശുദ്ധമായ നാടൻ തേൻ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 7012426257.